ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, എൻ്റെ ജീവിതം ഇനി ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും, ഇതിലും വലിയ നന്മകളൊന്നും എനിക്ക് കിട്ടാനില്ല, എൻ്റെ ജീവിതത്തിലെ ഈ സങ്കടങ്ങളോടൊക്കെ ഞാനിങ്ങനെ സാമീപ്യപ്പെട്ട് അല്ലെങ്കിൽ ഞാൻ അതുമായി ചേർന്ന് ഞാനിങ്ങനെ മുമ്പോട്ട് പോകും, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇനിയും വലുതൊന്നും വരാനില്ല, ഇങ്ങനെയൊക്കെ തന്നെ പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ പ്രാർത്ഥിച്ച് ഇതേ രീതിയിൽ കർത്താവുമായി ചേർന്ന് അങ്ങോട്ട് പോകണം, ഇതിനേക്കാളും വലിയ അനുഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ ഒന്നും എനിക്കിനി ഇല്ല, അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് അത് തിരുത്തണം കേട്ടോ. കാരണം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 തിരുവചനങ്ങളാണ്. കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു നിമിഷം കൊണ്ട് നമ്മുടെ ജീവിതമൊക്കെ മാറും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നന്മകളും അനുഗ്രഹങ്ങളും കൃപകളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. ആ ഒരു പ്രതീക്ഷയും പ്രത്യാശയും ഈശോയിൽ ഉണ്ടായിരിക്കട്ടെ. വിലാപങ്ങൾ 3:22-23 മറക്കരുത്. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സ്നേഹം പുതിയതാണ്, ആ പുതിയ സ്നേഹം നിന്നെ പൊതിയുന്നുണ്ട്. തലവണങ്ങി ആശീർവാദം സ്വീകരിക്കാം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ആവാസവും ഇന്നും എപ്പോഴും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാ നിയോഗങ്ങളോടൊപ്പവും നിങ്ങളുടെ എല്ലാ